പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തത് അരമണിക്കൂറിന് ശേഷം. കണ്ണൂർ കൊച്ചി തിരുവനന്തപുരം ഇൻഡിഗോ വിമാനമാണ് കനത്ത മഴയെ തുടർന്ന് ലാൻഡ് ചെയ്യാൻ വൈകിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു അരമണിക്കൂർ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അരമണിക്കൂർ കഴിഞ്ഞാണ് അത് ലാൻഡ് ചെയ്തത്. വലിയ മഴയായിരുന്നു. ദീപക് ധർമ്മടമാണ് വാർത്തകൾ വിവരങ്ങൾ വെച്ചത്. ദീപക്, ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു ദീപക് ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അതെ ആഷ്മി, വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് ലാൻഡിംഗ് നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിമാനത്താവളത്തിലേക്ക് വിമാനം എത്തുമ്പോഴും വീണ്ടും വീണ്ടും പറക്കുമ്പോൾ യാത്രക്കാർക്കിടയിൽ അത് ആശങ്ക ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ വിമാന അപകടങ്ങളൊക്കെ വലിയ രീതിയിൽ പതിവായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ആശങ്കയിടയാക്കുന്ന നിമിഷങ്ങൾ. അതിനിടയിൽ തന്നെ ക്യാപ്റ്റൻ പ്രതികൂല സാഹചര്യമാണ്, അതുകൊണ്ട് ലാൻഡിംഗ് വൈകുമെന്നുള്ള നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ അരമണിക്കൂർ, ഏതാണ്ട് 32 മിനിറ്റ് കഴിഞ്ഞാണ് നെടുമ്പാശ്ശേരിയിൽ ലാൻഡിംഗ് സാധ്യമായത്. കനത്ത മഴയാണ് കാരണം ലാൻഡിംഗ് വൈകാനുള്ള കാരണം. പൊതുവിൽ ഈ പ്രതികൂലമായ സാഹചര്യം ഈ നെടുമ്പാശ്ശേരി, കണ്ണൂർ പോലുള്ള വിമാനത്താവളങ്ങളിൽ വിമാനം ഇറങ്ങാൻ പ്രതികൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കണ്ണൂരിൽ നിന്നും ഇൻഡിഗോ വിമാനം കൊച്ചിയിൽ ലാൻഡ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വിമാനമാണ്. ഒരു വൺ സ്റ്റോപ്പ് യാത്രയാണ്. ആ സ്റ്റോപ്പിന് ഇടയിൽ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുന്നത് മാത്രം അരമണിക്കൂർ വൈകുന്നു. കനത്ത മഴയെ തുടർന്ന് ലാൻഡിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ വീണ്ടും വിമാനം മുകളിലേക്ക് പോയി പറന്ന് 3-4 തവണ പറന്നതിന് ശേഷം ലാൻഡ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണ് എത്തിയത്. ഇപ്പോൾ കരിപ്പൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സാഹചര്യം നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടോ മറ്റൊന്നും തന്നെ ഇല്ല. പക്ഷേ എന്നാൽ ഈ വിമാനത്തിൽ ഇങ്ങോട്ടേക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് വരുന്ന എയർവേയിലാണ് കനത്ത മഴയും അതുപോലെ തന്നെ മേഘപാളികളും ഉണ്ടാകുന്നു. അതേ തുടർന്ന് കുറച്ച് ഷെയ്ക്കായി, അതായത് ഒരു ലാൻഡിംഗ് പോലും കുറച്ച് പ്രതികൂലമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന, പ്രതിസന്ധിയിലേക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ സുരക്ഷിതമായി ഇൻഡിഗോ വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. ഇനി തിരുവനന്തപുരത്തേക്ക് അല്പസമയത്തിനകം തന്നെ യാത്ര തിരിക്കും. ഹാഷ്മി, സ്മിത.